മിന്നി മിന്നി തിളങ്ങി വിണ്ടകത്തിൽ വാഴും പൊൻതാരകവൃന്ദമേ. പൊന്നുണ്ണി മണ്ണിൽ വന്നുദിച്ചു കാണാൻ ഭാഗ്യം ചെയ്ത വിൺതാരമേ. മിന്നി മിന്നി തിളങ്ങി വിണ്ടകത്തിൽ വാഴും പൊൻതാരകവൃന്ദമേ. പൊന്നുണ്ണി മണ്ണിൽ വന്നുദിച്ചു കാണാൻ ഭാഗ്യം ചെയ്ത വിൺതാരമേ. ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഏതാനും ചില നിറങ്ങളെ പറ്റിയാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയാം. ഗോൾഡ്, രാജകീയതയുടെയും സമ്പത്തിന്റെയും പ്രതീകമാണ് ഞാൻ. ഉണ്ണീശോ ജനിച്ചപ്പോൾ ജ്ഞാനികളുടെ സമ്മാനത്തിലെ പ്രധാനിയാണ് ഞാൻ. കിഴക്കുദിച്ച നക്ഷത്രവും തിളക്കവും ഞാൻ തന്നെ. ഗോൾഡ് ആണെന്ന് ആരാ പറഞ്ഞേ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താ? തണുത്ത മഞ്ഞൊഴുന്ന രാത്രി. മഞ്ഞിന്റെ നിറം എന്താ? വൈറ്റ്. അതുകൊണ്ട് ഞാനാണ് ക്രിസ്മസുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രതീകവും ഞാൻ തന്നെ. റെഡ്, ക്രിസ്മസ് നിറങ്ങളിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത നിറമാണ് ചുവപ്പ്. ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് സമ്മാനപ്പൊതികളുമായി വരുന്ന സാന്റാക്ലോസിന്റെ സ്യൂട്ടിന്റെ നിറമാണ് ചുവപ്പ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ഞാൻ. രക്ഷകനായ യേശു നമുക്ക് വേണ്ടി ചേരുന്ന രക്തത്തെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോ ഗ്രീനോ? നമ്മുടെ രക്ഷകനായ ഉണ്ണീശോയെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മൾ. പുതിയ തുടക്കത്തിന്റെയും ജീവിത ഭദ്രതയുടെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ഞാൻ. ക്രിസ്തുമസിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ട്രീയുടെ നിറവും ഞാൻ തന്നെ. ക്രിസ്തു മരണത്തിനു മീതെ ഉയർത്തെഴുന്നേറ്റതുപോലെ പച്ച പുതിയ ജീവിതത്തിന്റെ നിറമാണ്. രസകരമെന്ന് പറയട്ടെ, ക്രിസ്മസ് നിറങ്ങളിൽ നീലയുണ്ടെന്ന് ആർക്കൊക്കെ അറിയാം? ഈശോയുടെ അമ്മയായ മറിയത്തിന്റെ മേലങ്കയുടെ നിറമാണ് നീല. വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ഞാൻ. ബ്രൗൺ, ക്രിസ്മസുമായി ബന്ധപ്പെടാൻ ബ്രൗൺ നിറം ഒരു വിചിത്ര നിറമായി ചിന്തിച്ചേക്കാം. എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ സന്തോഷം പങ്കിടാൻ പങ്കുവയ്ക്കുന്ന കേക്കിന്റെ നിറം എന്താ? ബ്രൗൺ. എളിമയുടെ പ്രതീകമായ ഉണ്ണീശോയുടെ ജനനസ്ഥലമായ കാലിത്തൊറ്റിന്റെ നിറവും ബ്രൗൺ. പർപ്പിൾ, പരമ്പരാഗതമായി ക്രിസ്മസ് വരുമ്പോൾ അനുതാപത്തെയും ഉപവാസത്തെ പ്രതീകപ്പെടുത്തുന്നു. എന്നാൽ ധൂമ്രനൂൽ പൊതുവെ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ പരമാധികാരത്തെ ചൂണ്ടിക്കാണിക്കാൻ ഇത് ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. സിൽവറും അത്ര മോശമൊന്നുമല്ല. ആരോഗ്യത്തെയും സമ്പത്തെയും പ്രതീകപ്പെടുത്തുന്നു. തിളങ്ങുന്ന മഞ്ഞിന്റെ പ്രഭാവം സൃഷ്ടിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒഴിവിനെ ഓരോ നിറത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളും സന്ദേശമുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് ക്രിസ്മസ് വർണ്ണശബളമാകുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.